ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓർഗാൻ പോലും അവർ ബാക്കി വെച്ചിട്ടില്ല. ഈവൻ ബ്രസ്റ്റ്, ബോണ്, ലിംഫനോഡ്സ്, അഡ്രീനൽ ഗ്ലാൻഡ്. ഈ അഡ്രീനൽ ഗ്ലാൻഡ് ഒക്കെ ഞാൻ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കേട്ടതാ. പിന്നെ ഇപ്പോൾ ക്യാൻസർ വന്നപ്പോഴാണ് കേൾക്കുന്നത്. ഈവൻ കൈവീശി നടന്നാൽ പോലും എല്ല് പൊട്ടുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ ആളെ ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഹങ്കാരമല്ലേ ചോദിച്ചത് പോലും. സത്യം പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹം എന്താ വെച്ചാൽ വേദന ഇല്ലാണ്ടിരിക്കുക എന്നുള്ളത്. ഒന്നില്ലെങ്കിലും നമ്മൾ എന്താ പറയുക, ഇതേപോലെ ഹാപ്പി ആയിട്ട് മറ്റുള്ളവരെ ഹാപ്പി ആക്കിയിട്ട് കൊണ്ടുപോകാം. ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കരഞ്ഞ് വിഷമിച്ചിരിക്കാം. എത്ര നാൾ ജീവിച്ചിരിക്കും, എങ്ങനെ ജീവിച്ചിരിക്കും, അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ. കാരണം ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടാണ്. കാരണം ഇത്രയും സ്പ്രെഡിങ് വെച്ചിട്ട് നിങ്ങളെങ്ങനെ ജീവിക്കുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറച്ച് പേര് ക്യാൻസർ പകരുന്നൊരു രോഗമായിട്ട് തന്നെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മളടുത്ത് ചെന്നാലോ നമ്മൾ കൂടുതൽ നമ്മളായിട്ട് മിങ്കിൾ ചെയ്താലൊക്കെ ഇത് പകരുമോ എന്ന് പേടിക്കുന്നവരുണ്ട്. മരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ കൊതി വരും. ഈ ആൾക്കാരൊക്കെ മരിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് കൊതിയാട്ടോ വരണം. ഈ ചരമകോളമൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്ക് എന്തൊരു വല്ലാത്തൊരു എന്താ പറയുന്നത്, ഈ കുട്ടികളെ ഐസ്ക്രീമും ബിരിയാണിയൊക്കെ കാണില്ലേ, അതേപോലെയാണ് എനിക്ക് ചരമകോളം എന്ന് പറയുമ്പോൾ. പക്ഷെ ഞാനല്ല ശരിക്കുള്ള ഞാൻ ഇപ്പുറത്ത് വേറെ ഞാനുണ്ട്. എന്നെ കണ്ട ഭയങ്കര ബോറാ. അതുകൊണ്ട് കാനനച്ചോലയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ. പ്രതീക്ഷിക്കാതെ വന്ന ക്യാൻസറിനെ എറണാകുളം സ്വദേശി ലക്ഷ്മി ജയൻ നായർ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ഒരു നിമിഷം നടൻ പൃഥ്വിരാജിനെ പോലും മൗനത്തിലാക്കിയ ഒരാൾ. ലോക ക്യാൻസർ ദിനമായ ഇന്ന് ഒരു ചെറുപുഞ്ചിരിയോടെ ക്യാൻസറിനെ ഇന്നും നേരിടുന്ന ലക്ഷ്മി ജയനെ ഒന്ന് പരിചയപ്പെട്ടാലോ? എനിക്ക് തോന്നുന്നു പുറമേ നിന്ന് എന്നെ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കാറില്ല ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആണ്, അതും ഇത്രയും സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ പരമാവധി ആരും. ഫാമിലിയുടെ ഒരു സപ്പോർട്ടില്ലാണ്ട് നമുക്ക് ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ ഫാക്ടേഴ്സ് കൂടിയിട്ടാണ് ഒരു സർവൈവൽ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തുക. കാരണം അതിന് നമുക്ക് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പറഞ്ഞ പോലെ നമുക്ക് അതിനുള്ള ഒരു ഫിനാൻഷ്യൽ ഇത് വേണം. ഇത് ഒന്നും പോരാതെ നമ്മൾ മെൻ്റലി എപ്പോഴും ഈ പറഞ്ഞ പോലെ തോറ്റു കൊടുക്കില്ല എന്നുള്ള ഒരു ഇത് വേണം. ശരീരത്തിന്റെ 60% അവയവങ്ങളിലും ക്യാൻസർ എന്ന അസുഖം ബാധിച്ചിട്ടും ഇന്നും തളരാതെ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി. ജീവിതത്തിന്റെ അവസാനം വരെ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ ലക്ഷ്മിക്ക്: വേദനയില്ലാതെ ജീവിക്കണം. ഇപ്പോഴത്തെ ആഗ്രഹം അതേ ഉള്ളൂ, വേദന ഇല്ലാണ്ടിരിക്കുക. അങ്ങനെ വെച്ചപ്പോൾ നമ്മൾ വേദന വന്നാൽ നമ്മൾ മെൻ്റലി ഫിസിക്കലി തളർന്നു പോകും. വേദന ഇല്ലാണ്ടിരുന്നാൽ നമുക്ക് പിന്നെയും ഇതേപോലെയൊക്കെ ഈ പറഞ്ഞ പോലെ എന്തിലെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കാം. അപ്പോൾ ഇപ്പം എനിക്കത് ആകെ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ജീവിതം, സ്വപ്നങ്ങൾ, സന്തോഷം എന്നിങ്ങനെ എല്ലാം ഇല്ലാതാവുന്നതിനേക്കാൾ ഉപരി എത്ര നാൾ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന പലരുടെയും ചോദ്യമാണ് ലക്ഷ്മിയെ പോലുള്ള പലരുടെയും ഉള്ളിൽ ഒരു നോവായി ഇന്നുമുള്ളത്. അന്ന് പൃഥ്വിരാജിനടുത്ത് ആ ഒരു കാര്യം സംസാരിച്ചത്, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? അത് സത്യം പറഞ്ഞാൽ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമയുടെ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനായിരുന്നു അല്ലേ മെറിഡിയനിൽ വെച്ചിട്ട്. അപ്പോൾ അതിൽ കുറച്ച് പേര്, എനിക്ക് തോന്നുന്നു ഒരു 30 അതിജീവനം എന്ന കാറ്റഗറിയിൽ പെടുത്തിയിട്ട് അവർക്ക് കുറച്ചിങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവർക്കൊരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാമായിരുന്നു അത്. അപ്പോൾ ജസ്റ്റ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് അത്. അപ്പം നമ്മളെക്കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി പറഞ്ഞു. അത് ഞാൻ കുറച്ച് ഇങ്ങനെ ഹ്യൂമറസായി പറഞ്ഞു. എനിക്ക് തോന്നുന്നു എൻ്റേതല്ല, കൂടുതലും പൃഥ്വിരാജ് ഇരുന്നൊരു ഇരിപ്പുണ്ട്, ഒന്നും പറയാൻ പറ്റാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാ. കാരണം അങ്ങനത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അങ്ങനെ പെട്ടെന്ന് ഇതായിട്ടിരിക്കുന്നത് കൊണ്ടാന്ന് തോന്നുന്നു ആ വീഡിയോ ഇതായി പോയത്. ഒരുപാട് റീച്ച്. ഹാറ്റ്സ് ഓഫ് ടു യു. എനിക്ക് ഭയങ്കര ആരാധന തോന്നുന്നുണ്ട്. ഏതെങ്കിലും ഒന്നിലൊരു ചെറിയ ഇത് പറ്റിയാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സർവൈവൽ അത് ഇത്തിരി പാടാണ്, ബുദ്ധിമുട്ടാണത്. അപ്പോൾ ആദ്യത്തെ സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു ട്രീറ്റ്മെൻറ്റൊക്കെ. അപ്പോൾ അച്ഛനും അമ്മയും അവിടെ ഉണ്ട്, ഹസ്ബൻഡ് കീപ്പ് ഓൺ ട്രാവലിംഗ് ആയിരിക്കും.
പിന്നെ ഇപ്രാവശ്യം ആയപ്പോഴേക്കും എൻ്റെ അച്ഛൻ മരിച്ചു, അമ്മയും ആ സമയത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡും കുട്ടികളും അങ്ങനെയൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അപ്പം ഇപ്പം അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അല്ലേ? അപ്പം ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് കണ്ടീഷൻ അതെങ്ങനെയാണ്? ഹെൽത്ത് കണ്ടീഷൻ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ ഓൾമോസ്റ്റ് ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് സ്പ്രെഡായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതിപ്പോൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ എല്ലാ ഓർഗാനും, അതായത് ബ്രസ്റ്റ്, ബോൺസ്, ലിംഫനോഡ്സ്, ലങ്സ്, ലിവർ, അഡ്രീനൽ ഗ്ലാൻഡ്, അങ്ങനെ ഒരുമാതിരി എല്ലാ പോർഷൻസും ആ സമയം കവർ ചെയ്തു. അപ്പോൾ ഇപ്പം നല്ല ട്രീറ്റ്മെൻറ്റിലാണ്, 1 year ആയിട്ടില്ല. അപ്പോൾ ഈ ബോണിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞ കുറച്ച് സമയം എടുക്കും. അത്രയും സ്പ്രെഡായിട്ട് അത് അറിയാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ആ ഇൻറ്റേർണൽ ഓർഗാനിലേക്ക് ഉള്ളിലേക്ക് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് അത് ആ രീതിയിലേക്ക് അത് സ്പ്രെഡായിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് പുറമെ വേറെ സിംറ്റംസ് ഒന്നും ഇല്ലാത്ത കൊണ്ടും പിന്നെ ഈ പറഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ പെയിൻ ഉണ്ട്. അപ്പം ഞാൻ 2019 തൊട്ട് പെയിൻ കില്ലർ കഴിക്കും, ലൈക്ക് ഓറൽ കീമോ കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പെയിൻ ഉണ്ട്. അപ്പോൾ ഈ പെയിൻ കില്ലർ ഇങ്ങനെ കണ്ടിന്യൂസ് കഴിച്ചിരുന്നതുകൊണ്ട് എനിക്ക് ആ വേദന തിരിച്ചറിയാനും പറ്റില്ല. ഞാനതൊരു നോർമൽ വേദനയിൽ കൂട്ടി. അങ്ങനെ സർജറി ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. സർജറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയി ആ പെറ്റ് CT എടുത്തപ്പോഴാണ് ഇത്രയും സ്പ്രെഡായത്. അപ്പം അപ്പോഴും സർജറി മാറ്റി വെച്ചു അവർ. റീഓക്കറൻസ് ആണ്, സെയിം സൈറ്റാണ്. അപ്പോൾ നമുക്ക് ഓർഗൻ റിമൂവ് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അഡ്മിറ്റ് ആവുന്നത്. പക്ഷേ അതിൻ്റെ പ്രൊസീജിയറായിട്ട് ഈ പെറ്റ് CT എടുത്തപ്പോഴാണ് ഇപ്പോൾ നല്ല ഹോൾസെയിലായിട്ട് വാങ്ങിക്കൂട്ടിയ കാര്യം അറിഞ്ഞത്. ഒരു സമയം നമ്മൾ സ്പ്രെഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾക്ക് ഒരു മേ ബി ഓവർ കോൺഫിഡൻസ് എനിക്ക് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെന്താ വിചാരിക്കുക, ഇപ്പോൾ ബ്രസ്റ്റിലാണെന്ന് വെച്ചാൽ ബോണിൽ കയറിയിട്ടുണ്ടാവും. അല്ല, ബോണൊന്നും പ്രതീക്ഷയില്ല കേട്ടോ, ലിംഫനോഡ്സ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ലിംഫനോഡ്സ്, ബ്രസ്റ്റ് ആ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ ആ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല അത് ഷോക്കായതാണോ എന്താ അറിയില്ല. പിന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. കാരണം 1-2 ഓർഗാനോ ഓക്കെ, പക്ഷെ ഇത്രയും അങ്ങ് സ്പ്രെഡായി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലേശം പാടായിരുന്നു ഓവർകം ചെയ്ത്. 2-3 ദിവസം എടുത്തു. എനിക്ക് തോന്നുന്നു ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞ് എൻ്റെ നോർമൽ ലൈഫിലേക്ക് വരാനായിട്ടും തോന്നുന്നു. ഒരുപക്ഷെ ആളുകൾ ഏറ്റവും കൂടുതൽ ഒരു അസുഖം ഒന്ന് നോക്കിക്കണ്ട് പേടിക്കുന്നത് ഒരുപക്ഷെ ക്യാൻസറിനെ ആയിരിക്കും അല്ലേ? അപ്പം ഇപ്പം ഒരുപാട് പേർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ പലരും ക്യാൻസറിന് ഇതുപോലെ ഡയഗ്നോസ് ചെയ്ത് അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പം ഈ തിരിച്ചറിയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് ശേഷം ഇത്രയും ബോൾഡ്, ഇത്രയും എനർജി, ഇത്രയും ഒരു ഹാപ്പിനെസ്സോടുകൂടി ഇരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതെൻ്റെ റീഓക്കറൻസ് ആണ്. 2019 നമ്മൾ ഈ ചില ഇത് പറയില്ല, പിച്ചക്കാരുടെ കാര്യമല്ല, ശീലമായിക്കോളൂ എന്നൊക്കെ പറയില്ല. അതേപോലെ ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഞാൻ പറയില്ലേ വളരെ ഈ പറഞ്ഞ പോലെ ശരിക്കും ഞാൻ പറയും, ഞാനത് നടന്ന് കയറിയതല്ല, ശരിക്കും നീന്തി കയറി ഇതായിരിക്കുന്നത്. കാരണം ആ ഒരു ഫസ്റ്റ് ടൈം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി. ആ പെയിനും എല്ലാം കൂടെ ഓവർകം ചെയ്ത് വളരെ ബുദ്ധിമുട്ടി. അപ്പോഴും നമുക്കൊരു ഇതുണ്ടാവും. കാരണം ഇത് ലിംഫനോഡ്സിൽ കയറുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഹൈ റിസ്ക് ആണ്. അത് വീണ്ടും അത് ട്രാവൽ ചെയ്യും, ലിംഫനോഡ്സിൽ ട്രാവൽ ചെയ്യും, അത് എവിടെയെങ്കിലും ചെന്ന് ഡെപ്പോസിറ്റ് ആവും, ഹൈ റിസ്ക്. അപ്പോഴും നമുക്ക് ആ ഒരു റീഓക്കറൻസ് എന്ന്, കാരണം കൂട്ടത്തിലുള്ളവർക്കൊക്കെ വരുമ്പോൾ ആ ഒരു ഇത് എനിക്ക് തോന്നുന്നു ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു, വന്നാൽ തന്നെ അത് ഓവർകം ചെയ്യാന്നുള്ളത്. പിന്നെ സന്തോഷമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും എൻ്റെ ബോൾഡ്നെസ്സാണ് ഇത്, പക്ഷേ ഒന്നുമല്ല, അതെൻ്റെ നിസ്സഹായ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. അല്ലേ, എനിക്ക് വേറൊന്നും ചെയ്യാനില്ല. കാരണം എനിക്കറിയാം എൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്, എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് മുന്നിൽ ഒന്നും ചെയ്യാനില്ല, 2 വഴിയേ ഉള്ളൂ. ഈ പറഞ്ഞ ഒന്നില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഇതേപോലെ ഹാപ്പി ആയിട്ട് മറ്റുള്ളവരെ ഹാപ്പി ആക്കിയിട്ട് കൊണ്ടുപോകാം, ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കരഞ്ഞ് വിഷമിച്ചിരിക്കാം. 2 വെച്ചാലും എൻഡ് ഓഫ് ദി ഡേ ദി റിസൾട്ട് വിൽ ബി സെയിം. എനിക്ക് എപ്പോൾ സമയമാവുന്നു അപ്പോൾ ഞാൻ പോയേ പറ്റൂ. അപ്പോൾ ഈ 2 ഓപ്ഷനിൽ എനിക്ക് തോന്നി ആദ്യത്തെ ഓപ്ഷനാവും കൂടുതൽ ബെറ്റർ. കാരണം നമ്മുടെ കൂടെയുള്ളവരെ, കുട്ടികളെ എല്ലാവരും നമ്മളിങ്ങനെ വിഷമിപ്പിച്ച് കൂടെ ഇരിക്കുന്ന നേരം കൊണ്ട് ഇങ്ങനെയാകുമ്പോൾ ഞാനും ഹാപ്പിയാണ്. എന്നുവെച്ചാൽ എനിക്കറിയാം എൻ്റെ പെട്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും ഒരു ടൈം ലിമിറ്റ് ഉണ്ടാവും. മോളിൽ നിന്ന് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ എഴുതി വെച്ചിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ എന്നാലും നമുക്കൊരു വാണിംഗ് കിട്ടുമ്പോൾ, ലൈക്ക് ഇപ്പോൾ ഈ ഞാൻ തമാശയ്ക്ക് പറയും, വിസ കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആ ഫ്ലൈറ്റിനുള്ള സമയം എടുക്കുന്നതോറും നമ്മൾ എന്താ പറയുക, നമ്മൾ ആ ഒരു ചെറിയ സമയം പോലും നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഞാനിപ്പോൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി മൂമെൻറ്റ് എൻ്റെ കൂടെയുള്ളവരെയും ഞാനിപ്പോൾ പറയും, ഞാൻ ജീവിച്ചിരുന്നു എന്നുള്ളതിന്
എന്തെങ്കിലും ഒരു തെളിവ്, കാരണം നിങ്ങൾ പിന്നീട് കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞാലും ഞാൻ അതിനുശേഷം എന്താ പറയുക ഒരുപാട് റീലുകൾ ചെയ്യും, ഒരുപാട് ഇത് ചെയ്യും, കൊളാബ്സ് ചെയ്യും. എഴുത്തുകാരി കൂടിയാണ്. എഴുത്ത് ആക്ച്വലി എൻ്റെ ഒരു പാഷനാണ്. കാരണം കുഞ്ഞിലേ ഞാൻ എഴുതുമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയും മാധവിക്കുട്ടിയുടെ ബാധ കൂടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അറിയില്ല. എഴുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് എഴുത്തും ഡാൻസും അത് എൻ്റെ എങ്ങനെ എന്താ പറയുക ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇതാണ്. എനിക്ക് സങ്കടം വരാച്ചാലും സന്തോഷം വരാച്ചാലും ഇതിലേതെങ്കിലും ഒന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ വേറെ ഒന്നും ചെയ്യാറില്ല. എനിക്ക് വെയിറ്റ് ചെയ്യാം, എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എൻ്റെ ഡോക്ടറെ വിശ്വസിച്ച് മുന്നോട്ട് പോവാം. കൂടെ ഉള്ളവരെ എനിക്കതും ഒരു ഇതാട്ടോ. കാരണം എനിക്ക് ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് കരയാനായിട്ട് എനിക്ക് അറിയില്ല. എനിക്ക് പറഞ്ഞ പോലെ അറിയില്ല എന്നുള്ള, ഞാൻ കരയും. പക്ഷെ അത് ചിലപ്പോൾ രാത്രി ഒറ്റയ്ക്കുള്ളപ്പോഴോ അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ മുമ്പ് പോലും അങ്ങനെ കരയുക, എനിക്കങ്ങനെ ഞാൻ വിഷമിക്കുന്നത് മറ്റൊരാൾ കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു എന്നൊക്കെ അറിയാറുണ്ട്. എൻ്റെ ഡോക്ടർ അനുപമയാണെങ്കിൽ അങ്ങനെ ഡോക്ടറിൻ്റെ ടീമിൽ ഡോക്ടറോട് ചോദിച്ചാൽ അറിയാം, ഞാൻ കെട്ടിപ്പിടിച്ച് ഇതാക്കിയിട്ടൊക്കെ ഡോക്ടർ ശരിക്കും എന്നെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ എല്ലാവരും പറയും ശരിക്കും ഈ കുമ്പിടിയുടെ അവസ്ഥയാണ്. കാരണം പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ഞാനുണ്ട്, പക്ഷെ ആ ഞാനല്ല ശരിക്കുള്ള ഞാൻ ഇപ്പുറത്ത് വേറെ ഞാനുണ്ട്. ആ എന്നെ കണ്ട ഭയങ്കര പോരാതുകൊണ്ട്. അതായത് ആദ്യം പറഞ്ഞല്ലോ, ഇപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു അസുഖം വരില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, അങ്ങനെ ചിന്തിച്ച പോലും ഇല്ല. അപ്പം പലരും അങ്ങനെ തോന്നുന്നവരുണ്ടാവും, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അവർക്ക് പിന്നീട് ഒരിക്കൽ ഇങ്ങനൊരു അസുഖം കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പം ആ സമയത്ത് തിരിച്ചറിയുന്ന സമയത്ത് അവർക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? മാറ്റർ ഓഫ് ടൈം. കാരണം ഇതിപ്പോൾ ക്യാൻസർ ആണെച്ചാലും എന്താണെച്ചാലും നമുക്ക് ഓവർകം ചെയ്യാനൊരു പീരീഡ് ഉണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഹാർഡ്ലി ഒരു 1 year. അത് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ തകർന്നു പോകും. കാരണം എന്താ പറയുക, നമ്മുടെ ഐബ്രോസ് ഐലാഷസ് വരെ ഇല്ലാണ്ടായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കണ്ണാടി കണ്ട് നമുക്ക് പോലും തിരിച്ചറിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോകും നമ്മൾ. അപ്പോൾ അതൊന്നും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയാൽ ഇപ്പോൾ എന്താ പറയുക മെഡിക്കൽ സയൻസിൽ ഒരുപാട് ഇതുണ്ട്, ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ആ ഒരു ടൈം നമ്മളൊന്ന് ഓവർകം ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എല്ലാം ഇതിപ്പോൾ നമ്മൾ ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും എല്ലാം ആ ഒരു സെയിം കാറ്റഗറി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് വിട്ടു പോകുന്നില്ല അല്ലേ. നമ്മളത് സപ്രസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. ക്യാൻസറും അതുപോലെ തന്നെയാണ് കൺട്രോൾ ചെയ്യുക. പിന്നെ ചിലതെന്ന് പറയുക ഗ്രോത്ത് അഗ്രസീവ് ആയിരിക്കും. അങ്ങനെയുള്ള ചില കേസസ് ഒഴിച്ചാൽ ഇതും നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ആ തളർന്നു പോകുന്നവരോട് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ക്ഷമയോടെ കുറച്ച് നാൾ ഒന്ന് കാത്തിരിക്കൂ. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനയാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ആ ഒരു 6-7 മാസം ഒന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയാൽ നമുക്ക് തന്നെ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ ഹെയർ ആണെങ്കിൽ എല്ലാം തിരിച്ചു വരും. ഞാനും ഈ പറഞ്ഞ അതേ അവസ്ഥയിൽ തന്നെ തിരിച്ചു വന്നതാണ്. അപ്പോൾ കുറച്ചൊരു ക്ഷമയോടെ കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാവും. ഇപ്പം ക്യാൻസറിന് വേണ്ടി ഒരു ഡേ, ക്യാൻസർ ഡേ February 4. അപ്പം ആ ഒരു ഡേയുടെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെ തോന്നുന്നു? ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു കുട്ടികളല്ലേ, ഇപ്പോൾ വലിയ ആൾക്കാരിലല്ലാച്ചാലും ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് നമുക്കൊരു അവയർനെസ് കൊടുക്കാൻ പറ്റിയാൽ, അതായത് ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കാതിരിക്കാം, അങ്ങനെ എക്സസൈസിൻ്റെ ബെനിഫിറ്റ്സ്, അങ്ങനെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു LKG തൊട്ടിട്ട് ആ കുട്ടികൾക്ക് ആ ഒരു ദിവസം അതിലേക്കൊരു അവയർനെസ് കൊടുത്താൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. കാരണം നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു നമ്മുടെ ബ്രെയിനിൽ അത് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഓൾ ആ ഒരു സെൽസിൻ്റെ ഗ്രോത്ത് ആണല്ലേ. അപ്പോൾ അതൊന്നും എല്ലാവരുടെ ബോഡിയിലും ക്യാൻസർ ഉണ്ട്. അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് അത് വേറെ എന്താ പറയുക ആ ഒരു രീതിയിലേക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾക്ക് അതൊരു അവയർനെസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു നല്ല ശീലങ്ങൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ദിവസം അങ്ങനെ ചിലവഴിക്കാം. പിന്നെ എന്താ പറയുക, ആ ഒരു ദിവസം നമുക്ക് ചേർത്ത് പിടിക്കാം. ഈ പറഞ്ഞ പോലെ ഈ പലരും ഡിപ്പെൻസ് ഓരോരുത്തർ ഓരോ ഇതാണ് പേഴ്സണാലിറ്റി വൈസ് ആണെങ്കിലും. അപ്പം എന്താ പറയുക, അവരും നമുക്ക് ഒന്നും വേണ്ട. ഇപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞേക്കാം, നമ്മളൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒന്നുമില്ലടോ താൻ കയറി പോരുമെന്നൊരു വാക്കിൽ കയറി പോരുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കാം. അപ്പം അങ്ങനെ ചെയ്യാം. ആ ഒരു ദിവസം നമുക്ക് എന്താ പറയുക, അങ്ങനെ പല കാര്യങ്ങൾ അതിനായിട്ട് ഉപയോഗിക്കാം. ആ ഒരു ദിവസം എന്നല്ല, പക്ഷേ അങ്ങനെ ഒരു ദിവസം വരെ ഇപ്പോൾ ഈ മദേഴ്സ് ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ ആ ഒരു ദിവസം മാത്രമല്ലല്ലോ നമ്മൾ. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു ദിവസം നമ്മളെല്ലാവരും തിരക്കിലാണ്. അപ്പോൾ ആ ഒരു അവയർനെസ്സൊക്കെ കൊടുക്കാൻ പറ്റിയാൽ പിന്നെ ഒരു കൈത്താങ്ങ്, ഒരു ചെറിയൊരു ഹഗ് കയറി പോരും എന്നുള്ള ഒരു ഇത് നമ്മൾ കൂടെ ഉണ്ട് കേട്ടോ
എന്ന് പറയുന്ന ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വെച്ചാൽ അങ്ങനെയല്ല. ഇപ്പോൾ അവർ എന്നെ ഞാൻ ഓക്കെ ആണെന്ന് കാണുന്നത് എൻ്റെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലെ ആക്ടിവിറ്റീസിലാണ്. അപ്പോൾ ഒരു ദിവസം ഒരു പോസ്റ്റ് ഇല്ല ഇതുണ്ടെങ്കിൽ എന്നോട് ഒരിക്കലും അവർ എന്താ ലക്ഷ്മി വയ്യേ എന്ന് ചോദിക്കില്ല, നീ തട്ടിപ്പോയില്ല എന്ന് ചോദിക്കില്ല. കാരണം ഈ ഒരു സഹതാപം ആ ഒരു ഞാൻ പറയും നിങ്ങളങ്ങനെ സഹതപിക്കരുത്, എനിക്ക് അങ്ങനെ ഇതില്ല, നിങ്ങൾ ഇങ്ങനെ ചോദിച്ചോളൂ, അത് കുഴപ്പമില്ല. അപ്പോഴും അവർ ചോദിക്കുന്നത് എങ്ങനെയാണ്, നീ ഇതുവരെ പോയില്ലേ, ഇവിടെ തന്നെയൊക്കെ ഉണ്ട്, ആ ഒരു ഇതിൽ ആ ഒരു അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ പോലെയാണ്. നമ്മളിവിടെ ഷൂട്ടിന് വന്ന സമയത്ത് നമ്മുടെ ക്യാമറമാൻ ചോദിച്ചു, അതായത് ചേച്ചി ഇരിക്കണോ, എന്തെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എടാ നീ അങ്ങനെ ചോദിക്കരുത്, എനിക്ക് വിഷമം വരും, അങ്ങനെയാണ് പറഞ്ഞത്. അല്ല അങ്ങനെയല്ല വെച്ചാൽ ഞാനും ഈ പറഞ്ഞാൽ ഞാനും ഒരു ഹ്യൂമൻ ബീങ് ആണ് അല്ലേ. അപ്പോൾ എനിക്ക് ഇമോഷൻസ് ഉണ്ട്, എനിക്ക് ടെൻഷനുണ്ട്, എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് എനിക്കത് കാണിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ ഇത് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കും, ഞാനും ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണല്ലോ, അയ്യോ എനിക്കത് അങ്ങനെ ആണല്ലോ എന്ന് ഒരു നിമിഷത്തെ ഒരു ചിന്ത പെട്ടെന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആവും. ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കറക്റ്റ് കുമ്പടിയാണ്, ഞാൻ അവിടെ നിന്നിട്ട് മസിൽ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കൂടെ. അപ്പോൾ അതെ അപ്പം ഞാൻ സാധാരണ ചെയ്യാച്ചാൽ ഞാനത് പാടെ മറന്നിരിക്കുക എന്നത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഹോസ്പിറ്റലിൽ പോകുന്ന സമയങ്ങളിലല്ലാണ്ട് ഞാനിങ്ങനെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. അത് ആ വഴിക്ക് വിട്ടിരിക്കുന്നു. നമ്മൾ അതിന് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ ആലോചിക്കുമ്പോൾ നമുക്ക് ടെൻഷനാവും, ഓവർകം ചെയ്യാൻ. അത് വരുന്നിടത്ത് വെച്ച് കാണട്ടെ, എന്തായാലും നമുക്കൊക്കെ ഒരു വിധിയുണ്ട്, അത് അതേപോലെ നടക്കുള്ളൂ. നമ്മളിപ്പോൾ എത്രയൊക്കെ ഡ്രാമ കളിച്ചാലും മുകളിൽ നിന്ന് ഒരാൾ എഴുതി വിട്ടതനുസരിച്ച് നമ്മൾ അഭിനയിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണമെന്ന് തോന്നിയാലും ഒന്നും നടക്കില്ല. അപ്പോൾ ആ ഒരു ഇത് എന്താ പറയുക, നമ്മൾ ഇത് വിട്ടുകൊടുത്തേക്ക് നമ്മുടെ വിധിക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സന്തോഷമായിട്ടിരിക്കാം, നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ കൊടുക്കാം, നമുക്ക് കെയർ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ അത് ആ രീതിയിലേക്ക്. ബേസിക്കലി ഒരു ഡാൻസറായിരുന്നു ഞാനിങ്ങനെ. കഥക്കിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കുന്നതിൻ്റെ ആ സമയത്താണ് ഇങ്ങനെ ഇത് വന്നിട്ട് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് തളർന്നു പോകുന്നത്. അപ്പോൾ പിന്നെ മൂവ്മെൻറ്റ്സ് ഈവൻ അവർ ഫിംഗറിങ് പോലും ഇടാൻ പാടില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ആ സമയത്ത് ഞാൻ തകർന്നാണ്. കഥക്ക് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഹാൻഡ് മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഒന്നും ഞാൻ ഓവർകം ചെയ്ത് ഓക്കെ ആയിട്ട് വരുമ്പോൾ ഇപ്രാവശ്യം ഈ കൈ തളർന്നു പോയി. എന്നുവെച്ചാൽ എനിക്ക് വെയിൻ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഇട്ടിട്ടുണ്ട്, പോർട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പോർട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇൻറ്റേർണൽ ക്ലോട്ട് വന്നിട്ട് ഈ കൈ തളർന്നു പോയി. അങ്ങനെ 2 കൈയും വർക്ക്ഷോപ്പിലായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സമയം കളയാനായിട്ട് ഡാൻസ് ചെയ്യായിരുന്നു. അത് കമൽഹാസൻ്റെ ഒരു വൻ ആരാധികയാണ് ഞാനപ്പോൾ കമലിൻ്റെ ഡാൻസൊക്കെ വീണ്ടും അങ്ങനെ ചെയ്തൊക്കെ നോക്കും. അങ്ങനെ ഈ ചെറിയ പാട്ട് കേൾക്കുക, കവിത എഴുതുക, പിന്നെ ഇടയ്ക്കൊന്ന് ഡാൻസ് മൂവ്മെൻറ്റ്സ് നോക്കുക. അപ്പോൾ ഈ എല്ലിനൊക്കെ ഇതുള്ള ഒരു ചെറിയ പൊട്ടൽ വന്നാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ചീട്ടോട്ടാരം പോലെ ടകടകടകട റിസ്ക് എടുക്കണ്ട. അപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞു ചെയ്തോളൂ, പക്ഷെ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ഡാൻസ് പതുക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചു. ബാക്കി ഇങ്ങനെ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഫുൾ ടൈം FBന്ന് നേരെ ഇൻസ്റ്റ ഈ മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ മറ്റേ മൊബൈല്. എന്താണ് ഏറ്റവും വലിയൊരു ആഗ്രഹം, ഇനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു? സത്യം പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹം എന്താ വെച്ചാൽ വേദന ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം ഞാൻ പറയട്ടെ, എനിക്ക് മരണത്തെ പേടിയില്ല. കാരണം മരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എനിക്ക് സത്യം പറഞ്ഞാൽ കൊതി വരും. ഈ ആൾക്കാരൊക്കെ മരിക്കുമ്പോൾ ഞാൻ പറയാം എനിക്ക് കൊതിയാട്ടോ വരണം. ഈ ചരമകളൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്ക് എന്തൊരു വല്ലാത്തൊരു എന്താ പറയുന്നത്, ഈ കുട്ടികളെ ഐസ്ക്രീമും ബിരിയാണിയൊക്കെ കാണില്ലേ, അതേപോലെയാണ് എനിക്ക് ചരമകോളം എന്ന് പറയുക. അപ്പോൾ ഞാൻ പറയാം എനിക്ക് വല്ലാത്തൊരു ടെംപ്ടേഷൻ വരുന്നു കിട്ടാന്ന് പറയും. അപ്പോൾ ആരെങ്കിലും മരിക്കണം ഷോ കഷ്ടം എനിക്ക്. അപ്പോൾ ഞാനത് അങ്ങനെ എടുക്കാം. കാരണം ഏറ്റവും വലിയ ഒരു ദിവസം വേദന ഇല്ലാണ്ടിരിക്കുക എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞ ഒരു ആഗ്രഹമില്ല കേട്ടോ. കാരണം എൻ്റെ വേദന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ കൂടി അൺകോൺഷ്യസ് ആവും. അൺകോൺഷ്യസ് ആയിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവരിപ്പോൾ പാലിയേറ്റീവ് മെഡിസിനാണ് എനിക്ക് തരുന്നത്, വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ മോർഫിൻ പോലത്തെ പാലിയേറ്റീവ് മെഡിസിൻ ആയിട്ട് കംപ്ലീറ്റ്ലി ഇങ്ങനെ കണക്ട് ചെയ്തിടും. അപ്പം നമ്മൾ ഈ ഉറക്കത്തിനും അല്ല ഓർമ്മയില്ലായ്മയ്ക്കും ഓർമ്മയ്ക്കും ഇടയ്ക്കുള്ള ഒരു ഇതിൽ കൂടെ നടക്കുക. നമുക്ക് രാത്രികൾ അറിയില്ല, പകലുകൾ അറിയില്ല, നമ്മളൊരു ഐസോലേറ്റഡ് വാർഡിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇതിൽ എന്താ പറയുക, നമുക്ക് ആ ഒരു എനിക്ക് പാലിയേറ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മെൻ്റലി എനിക്കറിയാം ഞാനൊരു ഒരാഴ്ചയിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ കിടന്ന് ഞാൻ തകർന്നു പോകും.
അപ്പോൾ പിന്നെ എനിക്കത് ഓവർകം ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ഒരു പാലിയേറ്റീവ് മെഡിസിനായിട്ട് അഡ്മിറ്റായി കിടക്കുക എന്ന് പറയുന്നത് എന്തോ അതുപോലെ നമുക്ക് ഈ ഇങ്ങനെ ഉറങ്ങി സെഡക്റ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരവസ്ഥ അതൊരു ഭീകരാവസ്ഥയാണ്. അതുകൊണ്ട് പരമാവധി ഞാൻ ഹോസ്പിറ്റലിൽ വേദന വരിക വെച്ചാലും ഞാൻ പോവില്ല. കാരണം പിന്നെ അൺകോൺഷ്യസ് ആയി കഴിയുമ്പോൾ എനിക്കറിയില്ലല്ലോ അവരെന്നെ എടുത്തുകൊണ്ട് പോകണത്. ഡാൻസ് എന്ന ഒരു ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇപ്പം എങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതോ കൈയൊക്കെ അനക്കുമ്പോൾ? ഇല്ല, ആക്ച്വലി ഞാനിങ്ങനെ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഒരു ഡാൻസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു കൊതിക്ക് വേണ്ടി ചെയ്തതാണ്. ഇങ്ങനെ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയി വന്നപ്പോൾ അപ്പം അത് എൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഏതോ ഒരു ഡോക്ടർ, അസിസിലെ ഡോക്ടറാന്ന് തോന്നുന്നു, പുള്ളിക്കാരത്തിൻ്റെ അങ്കിൾ ആണ്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഡോക്ടർ ചോദിച്ചു ഇത്രേ, ആ കുട്ടി എന്ത് അഹങ്കാരമാണ് ഈ കാണിക്കുന്നത്? കാരണം ഈവൻ കൈവീശി നടന്നാൽ പോലും എല്ല് പൊട്ടുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ ആൾ ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഹങ്കാരമല്ലേ ചോദിച്ചു പോലും. അപ്പോൾ അതങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ചെറിയൊരു, കാരണം വിരൽത്തുമ്പ് പൊട്ടിയാൽ പോലും പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ ഡോക്ടറായിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഡോക്ടറിന് തൽക്കാലം വേണ്ട, കാരണം ബോണൊക്കെ എഫക്റ്റഡ് ആയതുകൊണ്ട് തൽക്കാലം ഡാൻസ് ചെയ്യേണ്ട. എന്നാലും ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് ചിലതൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് ഇതായി പോകും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, ഇരുന്നോണ്ട് ഈ പറഞ്ഞ പോലെ കട്ടിമേൽ ഇരുന്നോണ്ടുള്ള ഡാൻസ് ആയപ്പോൾ ഒരുപാട് കൈ അനക്കാനൊന്നും പറ്റില്ല അല്ലേ? കാരണം ഈ കൈ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സ്പെല്ലിങ് ഇപ്പോഴും മാറിയിട്ടില്ല ആ ഒരു ഇതേ. അപ്പോൾ ക്ലോട്ടായിട്ട് തളർന്നു പോയതാണ്. അപ്പോൾ ഒരുപാട് ഇതായിട്ട് ഇഞ്ചക്ഷനൊക്കെ ആയിട്ടാണ് ഒന്ന് ഇതായിട്ട് വന്നെന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ കൈ അങ്ങനെ ഇങ്ങനെ കൈ വന്ന് വീർക്കും, നീര് വന്നിട്ട് പിന്നെ പാടാണത്. ഈവന് ആ സമയത്തൊക്കെ എനിക്ക് ബ്രഷ് ചെയ്യാൻ പോലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ കൈ ഇങ്ങനെ ഇതേപോലെ അനക്കാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് നോക്കി വന്ന ഭയങ്കരമായിട്ട് അങ്ങ് ഇതായി. പിന്നെ അഡ്മിറ്റ് ചെയ്തു, കണ്ടിന്യൂസ് ഇഞ്ചക്ഷനൊക്കെ എടുത്തെടുത്താണ്. എന്നാലും അതെനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും അത്. അപ്പം നമ്മൾ ആ വീഡിയോയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അന്നൊരു ചോക്ലേറ്റ് സിനിമയിലെ ആ ഒരു ഡയലോഗൊക്കെ പറഞ്ഞായിരുന്നു, കാനന ചോലയിൽ ആട് വയ്ക്കാൻ ഞാനും വരട്ടെ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ്. ആ ഒരു സമയത്ത് പൃഥ്വിരാജ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, എങ്ങനെ അത് തോന്നിയിരുന്നോ? ഇല്ല, ആക്ച്വലി നമ്മൾ കണ്ടിട്ടുള്ള പൃഥ്വിരാജ് ആളെ ഭയങ്കര എനർജറ്റിക്കാണ്. ആളങ്ങനെ എവിടെയും പതറിയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കുള്ളൊരു പ്രശ്നം വെച്ചാൽ ഞാൻ എന്താണെങ്കിലും അത് കുറച്ച് ഹ്യൂമറസ് ആയിട്ടാണ്. മേ ബി നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർ ഇമോഷണൽ ആവണ്ട എന്നത് കൊണ്ടായിരിക്കാം. ഞാനിപ്പോൾ എൻ്റെ അസുഖത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് കുറച്ച് കോമഡി കലർത്തിയിട്ടൊക്കെ തന്നെയാണ് പറയുക. അപ്പോൾ ഞാനും അവിടെ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ചിരിച്ചുകൊണ്ട് വളരെ ഇതായിട്ട് തന്നെ. പക്ഷെ ഒരിക്കലും പൃഥ്വിരാജ് പെട്ടെന്ന് വാക്കുകൾ കിട്ടാണ്ട് ഇതാവുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല. പെട്ടെന്ന് ആ ഒരു ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെയർ ആ ടീം മൊത്തത്തിൽ സൈലൻ്റ് ആയിപ്പോൾ. എനിക്ക് ഹോള് കംപ്ലീറ്റ് കുറച്ച് നേരത്തേക്ക് സൈലൻ്റായി. എനിക്കും പിന്നെ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് അങ്ങനെ ഈസി ആയിട്ട് പോയതാണത്. പിന്നീട് അതിനുശേഷം അദ്ദേഹം കോണ്ടാക്ട് ചെയ്യും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല? ഇല്ല, അതിനുശേഷം പിന്നെ ഇടയ്ക്ക് പൃഥ്വിയുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. മല്ലികാമ്മേനെ ഇടയ്ക്ക് വിളിക്കലുണ്ട്. അപ്പോൾ കാരണം പൃഥ്വി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡീനെ കണ്ടിരിക്കുന്ന മല്ലികാമ്മയാണ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് നമുക്കുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എത്ര നാൾ ജീവിച്ചിരിക്കും, എങ്ങനെ ജീവിച്ചിരിക്കും, അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ. കാരണം ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടാണ്. കാരണം ഇത്രയും സ്പ്രെഡിങ് വെച്ചിട്ട് നിങ്ങളെങ്ങനെ ജീവിക്കുന്നു, അതൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്നതാണ്. അതിപ്പോൾ ജോലി സംബന്ധമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ആൾക്കാർക്ക് ആ ഒരു ഇതുണ്ട്. കാരണം ഞാൻ ഇടയ്ക്ക് ഒരു ജോബ് ചേഞ്ചൊക്കെ നോക്കിയ സമയത്ത് നമ്മളോട് നേരിട്ട് തന്നെ ചോദിക്കും, ഈ പറഞ്ഞ പോലെ നിങ്ങൾ എത്ര നാളുണ്ടാവും എന്ന് വിചാരിച്ച് ഞങ്ങൾ ജോലി തരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ സാലറി വാങ്ങാനുണ്ട്. അങ്ങനെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഹേർട്ട്, ജസ്റ്റ് ചിലവർക്കതൊരു സാഡിസമാണത്. ചിലവർക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അവർക്ക് എന്ത് സന്തോഷമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ ആ ഒരു ഫാമിലിയിൽ ഒരാൾക്ക് അത് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യം ഇതാണ്, ഈ പറഞ്ഞ പോലെ പിന്നെ ക്യാൻസർ വന്നിട്ട് എങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇതാക്കാൻ പറ്റുന്നു, എങ്ങനെ പാട്ട് പാടാൻ പറ്റുന്നു, എങ്ങനെ റീൽസ് കളിക്കാൻ പറ്റുന്നു. എനിക്കറിയില്ല, ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അതിർവരമ്പുകൾ അവർ, കാരണം ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പാടുള്ളൂ, ഇതേ പാടുള്ളൂ, നിങ്ങൾക്ക് സന്തോഷം പാടില്ല, നിങ്ങൾക്ക് അത് പാടില്ല, ഇത് പാടില്ല, അങ്ങനെ റെസ്ട്രിക്ഷൻസ് എന്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ടും ഇത് കൊടുക്കേണ്ടത് അവർക്കാണല്ലേ.
അവർ ഞാൻ പറയും ഇപ്പോൾ എൻ്റെ വീട്ടിലാണെച്ചാലും ഞാനിങ്ങനെ പറയും എനിക്കിനി എത്ര നാളുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞ കുറച്ച് സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലേ. നമ്മൾ ഇത്രയും നാളും ബിസി ലൈഫ്, ജോലി, കുട്ടികൾ, കുടുംബം എന്നുള്ള രീതിയിലേക്ക് തന്നെ നമ്മൾ പോയി. എല്ലാ സാധാരണ വീട്ടമ്മമാരെ പോലെ തന്നെയായിരുന്നു ഞാനും. പക്ഷേ ഇങ്ങനൊരിത് വന്നതിന് ശേഷം എനിക്ക് എന്താ പറയുക, എനിക്ക് കുറച്ച് സ്വപ്നങ്ങൾ, ഇതും എനിക്ക് എൻ്റെ ബുക്ക് ഇറക്കണം എന്ന് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോടാണെങ്കിലും പറയുന്നതാണ്, എനിക്ക് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നു, നാളെ ഒരു പക്ഷേ ഞാൻ മരിച്ചു. കാരണം എൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സ്പ്രെഡിങ് ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ അല്ല എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് നാൾ ജീവിക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ പറയണേ, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും, നമ്മൾ ഈ കുഞ്ഞിലേക്കുള്ള കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ പ്രോപ്പർ പ്ലേസ് മാഹിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എൻ്റെ മയ്യഴിപ്പുഴയാണ്. അപ്പോൾ അവിടെ പോവുക, കുറച്ച് നേരം ഇരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് നേരം നമ്മുടെ ആ ഒരു അതപ്പോൾ ഇങ്ങനൊരു ചോദ്യമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നവരും ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നവരും ഉണ്ട്. ഒരുപക്ഷെ അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമായിരിക്കാം. ക്യാൻസർ വന്നിപ്പോൾ ഇന്നലെ തന്നെ എനിക്കൊരു സ്കൂളിലൊരു ഇതുണ്ട്. അപ്പോൾ കുട്ടികളായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ്റെ സമയത്ത് ക്യാൻസർ വന്നാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ ആദ്യമേ പറഞ്ഞത് മരിച്ചു പോകും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ക്യാൻസർ വന്നാൽ മരിച്ചു പോകും എന്നുള്ളൊരു ഇതിപ്പോഴും നമ്മുടെ എനിക്ക് തോന്നുന്നു സൊസൈറ്റിയിൽ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ അത് മരിക്കും, അതിപ്പോൾ ആരായാലും മരിക്കും അല്ലേ. ഞാൻ പറയുന്നത് മരണം ക്യാൻസർ ഒന്നും ഒരു കാരണമല്ല. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വിഷമിച്ചിട്ടുള്ളതും ഇതും എൻ്റെ ലൈഫ് സ്പാനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെയാണ്. നേരിട്ടൊക്കെ ചോദിക്കുമ്പോൾ നമ്മളൊന്ന് പതറിപ്പോവും. അതുപോലെ തന്നെ ഇപ്പം ഒരു ക്യാൻസർ ഉള്ള ഒരു വ്യക്തി ആയിട്ട് പലപ്പോഴും ഇന്ററാക്ട് ചെയ്യാൻ പലരും മടിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള പലർക്കും അതിന് ബുദ്ധിമുട്ടുണ്ടാവും. ഈവൻ സംസാരിക്കാനാണെങ്കിൽ പോലും അവർക്ക് അതിനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും വരുമോ എന്നുള്ള പേടിയൊക്കെ കൊണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നേരിട്ടിട്ടുണ്ടോ? ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറച്ച് പേര് ക്യാൻസർ പകരുന്നൊരു രോഗമായിട്ട് തന്നെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മളടുത്ത് ചെന്നാലോ നമ്മൾ കൂടുതൽ നമ്മളായിട്ട് മിങ്കിൾ ചെയ്താലൊക്കെ ഇത് പകരുമോ എന്ന് പേടിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നൊരു കൂട്ടം ആൾക്കാരുണ്ട്. നമ്മളെന്തോ തെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ക്യാൻസർ വന്നു എന്ന് സമർത്ഥിക്കുന്ന ആൾക്കാരാണത്. കാരണം ഇപ്പോൾ ജനിച്ച കുട്ടികൾക്ക് ഉണ്ടല്ലേ, ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ ഉണ്ട്, 2 വയസ്സുള്ള കുട്ടികൾക്ക് ഉണ്ട്, 6 മാസമുള്ള കുഞ്ഞുങ്ങൾ, അവരെന്ത് തെറ്റ് ചെയ്തിട്ടാ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഹേർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ സമൂഹം നമ്മളെ ഈ കൈ പിടിച്ച് ഒന്ന് ഇതാക്കുന്നതിലും കൂടുതലായിട്ട് തളർത്താനാണ് നോക്കുക. കാരണം നമ്മൾ സന്തോഷിക്കും തോറും നമ്മളെ തളർത്താൻ ഇത് കാണിക്കുന്ന കുറേ പേരുടെ അതാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് പേര് നമ്മൾ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു അസുഖം വരുമ്പോഴാണ് നമ്മുടേതല്ല ആരായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. നമുക്കൊരു വീഴ്ചയോ ഒരു അസുഖമോ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്നേഹിച്ചിരുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളെ വെറുത്തിരുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു കാരണം കിട്ടി ഒഴിവാക്കാനായിട്ട് നിന്നിരുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അസുഖമൊക്കെ വരുമ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ ആ ഒരു സ്ഥാനം മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, അവർ തന്നുകൊണ്ടിരുന്ന സ്നേഹത്തിൻ്റെ അളവുകൾ അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുണ്ടായിരുന്ന ആ ഒരു അത് ഏത് രീതിയിലുള്ള സ്നേഹമായിരുന്നു എന്നുള്ളതൊക്കെ ക്യാൻസർ വരുമ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കുടുംബം, കുട്ടികൾ അവർ കട്ടയ്ക്ക് നമ്മൾ നിൽക്കുന്നതുകൊണ്ടാണല്ലോ. കാരണം ബാംഗ്ലൂരൊക്കെ വെച്ച് എൻ്റെ മെമ്മറിയൊക്കെ പോയതാണ്. അപ്പോൾ അതൊക്കെ തിരിച്ച് ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സുകളാക്കി പറയും, ലക്ഷ്മിയുടെ പറന്നുപോയ കിളികളിൽ പകുതിയെ തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം ആ ഒരു അവസ്ഥയിലേക്ക് വരെ ഞാൻ എത്തിയിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചാൽ തന്നെ നമ്മളെങ്ങനെയാണ് പരിചയം, എവിടെ വെച്ചാണ് എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഡിപ്രഷനായിട്ട് അവിടുന്ന് അബ്സ്കൗണ്ടിങ് ആയതാണ്. കാരണം എൻ്റെ ഹോസ്പിറ്റലിൽ പോലും ഞാൻ ഇൻഫോം ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു. കാരണം ഈ മെമ്മറി വരെ പോയി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്തോ വല്ലാത്ത ആ ഒരു ഡിപ്രഷനും എല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ കേരളത്തിൽ വന്നിട്ട് അങ്ങനെ പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ് സ്റ്റേ ചെയ്യാനും ഒന്നിനും അല്ല വന്നത്, എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഈവൻ ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്യാണ്ട് ഡോക്ടേഴ്സിനോട് പറയാണ്ട് ഞാൻ അവിടുന്ന് കേരളത്തിൽ വന്ന് സെറ്റിലാവേണ്ടത്. ഇപ്പം ആ സമയത്ത് ഇപ്പോൾ പറഞ്ഞു ഫ്രണ്ട്സ് ഒരുപക്ഷെ ജീവിതത്തിലൊരു വലിയൊരു ഘടകമായിരിക്കും സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട്. അത്തരത്തിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് പറയുമ്പോഴും അവരുടെ റിയാക്ഷൻ എല്ലാം എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ കേരളത്തിൽ വന്ന് ആദ്യമായിട്ട്
ഇങ്ങനെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജോലിക്കൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അവർ തമാശ പറയാതെ അങ്ങനെയാണ് പറയണത്, ചുമ്മാ പറയാണ്, വെറുതെ ആട്ടോ ശരിക്കും പറ, അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെ ഒരു കാരണം ഫസ്റ്റ് ഞാനത് പറയുമ്പോൾ ആർക്കത് വിശ്വസിക്കാൻ പറ്റാറില്ല. കാരണം ചുമ്മാതാണ്, അങ്ങനെ അല്ല എന്നുള്ളതായിരിക്കും. ഞാൻ പറയില്ല എനിക്ക് ക്യാൻസർ, കാണാനൊരു ലുക്കില്ല എന്നുള്ളത്, പക്ഷെ സംഭവം ക്യാൻസറാണ് കേട്ടോ എന്നൊക്കെ പറയും. പിന്നെ ഗ്രാജുവലി, അതായത് ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ആളായിരിക്കില്ല ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ പെയിൻ കൂടി അൺകോൺഷ്യസ് ആവും, ചിലപ്പോൾ എൻ്റെ BP ലോ ആയിട്ട് അങ്ങനെ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഇവർക്ക് മനസ്സിലായി തുടങ്ങിയത്. കാരണം എൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണെന്ന്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴൊക്കെ എന്നെക്കാട്ടും കൂടുതൽ അവർക്കറിയാം. അതായത് ഞാൻ ഈ വീഴുന്നതിൻ്റെ തോതനുസരിച്ചാണ്. നല്ല രീതിയിലാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇതാക്കും, ഓഫീസിൽ നിന്നാണെങ്കിൽ തന്നെ. ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ് ആദ്യമൊക്കെ ആരും വിശ്വസിക്കാറില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാതാ എന്ന്. ചിലവർക്ക് പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ ആ പൃഥ്വിരാജിൻ്റെ വീഡിയോയിലുള്ള ചേച്ചിയുടെ കൂട്ടിരിക്കും. ഞാൻ പറഞ്ഞു ഞാനാ പിന്നെ അങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ സത്യമായിട്ടും ഞാൻ തിരിച്ചറിയുന്നല്ല, പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല ഇത്രയും. അപ്പോഴും ആൾക്കാർക്ക് അത്ഭുതം, എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റണോ, എങ്ങനെ ഇതാക്കണോ. അപ്പോൾ ചിലർ പറയും ബോൾഡ്നെസ്, ചിലർ പറയും ഇതാണ്. ഭയങ്കരമായിട്ട് കമൻസ് ഒക്കെ വന്നു, ഒരുക്കും വനിതാ അതായത്. ഞാൻ പറയാം ഒന്നുമല്ല, സത്യം അതിൻ്റെ നിസ്സഹായാവസ്ഥയാണ്. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലായ്മയിൽ നിന്നും ഉണ്ടായ ഒരു ധൈര്യമാണത്, അല്ലാണ്ട്. ഇതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഡിപ്രഷൻ അല്ലേ. ഒരു പക്ഷേ ക്യാൻസർ എന്ന് തിരിച്ചറിയുന്ന സമയത്ത് പലരിലും ഉണ്ടാവുന്ന, അതായത് ഇനിയൊന്നും ഇല്ല, ലൈഫ് തീർന്നു, ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും പലരും. ഒരുപക്ഷെ ഒരു മുറിയുടെ അകത്ത് ആയി പോകുന്നവരുണ്ടാവും, 4 ചുവരിനുള്ളിൽ. അങ്ങനെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് കടന്നു വന്നൊരു ഒരാളെന്ന നിലയിൽ ഒരുപക്ഷെ ക്യാൻസർ നേരിട്ടുകൊണ്ടിരിക്കുന്നവരോട് ആ ഒരു അവസ്ഥയെപ്പറ്റി അല്ലെങ്കിൽ അവർക്കുള്ളൊരു മോട്ടിവേഷൻ എന്തായിരിക്കും? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് മാറ്റർ ഓഫ് ടൈം. കാരണം നമ്മൾ ആരൊക്കെ ഉപദേശിച്ചാലും ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രയൊക്കെ സപ്പോർട്ട് കിട്ടിയാലും നമ്മളൊന്ന് മെൻ്റലി വീക്കായിട്ടുണ്ടെങ്കിൽ പോയി നമ്മൾക്ക് പിന്നെ അത് കയറി വരാൻ പറ്റില്ല. കാരണം നമ്മൾ മെൻ്റലി സ്ട്രോങ് ആയി നമ്മൾ തന്നെ പോരാടിയേ പറ്റൂ. അത് നമുക്ക് വേണ്ടി ആർക്കും ചെയ്യാൻ പറ്റില്ല. ചെയ്യാം, അവർക്ക് നമ്മളെ ഉപദേശിക്കാം, നമ്മുടെ കൂടെ നിൽക്കാം, എല്ലാ രീതിയിലും. പക്ഷേ നമ്മുടെ ബോഡി ഓവർകം ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ തന്നെ വിചാരിച്ചേ പറ്റൂ. അപ്പോൾ ഈ ഡിപ്രഷൻ ഉണ്ടാവും, കാരണം നമ്മൾ ആ ഒരു രൂപത്തിലേക്ക് മാറുകയാണ്. പിന്നെ ഈ പറഞ്ഞാൽ വേദന എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ആയിരിക്കും, അൺബെയറബിൾ ആയിരിക്കും. നമുക്ക് ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഭീകരാവസ്ഥ എന്ന് പറയുന്നത് തന്നെ ഇതാണ്, പെയിനാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക മുടി ഇല്ലായ്മ, ആ ഒരു നമ്മുടെ ഒരു ആ ഒരു ലുക്ക് വൈസും എല്ലാം കൂടെയൊക്കെ ആകുമ്പോൾ ഞാനും ഇപ്പോഴും എനിക്ക് ഡിപ്രഷൻ ഉണ്ട്. ചില ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആയിപ്പോവും. കാരണം നമ്മളും അവരിൽ ഒരാളാണല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പല രീതിയിലും എൻ്റെ ഡിപ്രഷൻ പല രീതിയിലും ഞാൻ മാറ്റാറുണ്ട്. ഞാൻ വളരെ എന്താ പറയുക, ആരും സഞ്ചരിക്കാത്ത വഴികളിൽ കൂടെയൊക്കെ സഞ്ചരിച്ച് ഞാൻ മോള് സ്കൂളിൽ പോകുന്ന കാരണം മോളുടെ തലയിൽ കുഞ്ഞി ലൈസ് ഉണ്ടാവുമല്ലോ, പെയിനുണ്ട്. ഞാൻ ഡിപ്രഷൻ വരുമ്പോൾ ഞാൻ അതുവരെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിന് നെയിൽ പോളിഷ് അടിച്ചിട്ട് ഒന്നുകൂടെ അവളുടെ തലയിലേക്ക് ഇടുക, എന്നിട്ട് കുറേയൊക്കെ ഞാൻ തന്നെ തപ്പിയെടുക്കുക. അങ്ങനെ ഒരു സൈക്കോസിൻ്റെ അവസ്ഥാന്തരങ്ങൾ. കാരണം ഡിപ്രഷനിലേക്ക് വീണ് പോയാൽ ഓവർകം ചെയ്യാൻ പറ്റില്ല നമുക്ക്. നമ്മൾ കഴിക്കുന്ന മരുന്ന് പോലും അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു പാട്ട് കേട്ടാൽ ചിലപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് പോകണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ എന്തൊക്കെ ഒരു ഫ്രണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ശൂന്യമായ ഒരു ഇരുട്ടുമുറിയിലിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ. പിന്നെ ഒരു പേടി കൂടെ കടന്നു വന്നാലുണ്ടല്ലോ, അത് ഭയങ്കര നമുക്ക് വിഷമം. നോക്കി ആ കൂട്ടത്തിൽ കൂടെ എനിക്ക് ക്യാൻസർ ആണല്ലോ, ഞാൻ രക്ഷപ്പെടുമോ, ഞാൻ മരിച്ചു പോകുമോ എന്നൊക്കെ ഒരു പേടി കൂടെ വന്നാൽ പിന്നെ അത് ഭയങ്കര ഇതാണ്. അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് എന്നെ ആരും ഉപദേശിച്ചാലും എനിക്കത് ഇതാവില്ല. പിന്നെ ഞാൻ ചെയ്യണമെന്ന് എന്താ വെച്ചാൽ എൻ്റെ ഡോക്ടേഴ്സിനെ വിളിക്കുക. അതിൽ ഡോക്ടർ അനുപമ ഈ പറഞ്ഞ പോലെ എപ്പോഴാച്ചാലും നമ്മൾ പറഞ്ഞ വിശ്വസിക്കില്ല. ഞാനിപ്പോൾ രാത്രി ഒരു കാണണമെന്ന് പറഞ്ഞാൽ ആളെന്നെ രാത്രി 12:30 വരെ വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട്. കാരണം എന്നെ മനസ്സിലാക്കിയ വളരെ ചുരുക്കം. നിങ്ങളീ കാണുന്ന ലക്ഷ്മിയല്ല, വേറൊരു ലക്ഷ്മിയുണ്ട്. ആ ലക്ഷ്മീനെ വളരെ കുറച്ച്, എനിക്കൊരു 5-ൽ താഴെ ആൾക്കാരെ മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിലൊരാളാണ് ഡോക്ടർ അനുപമ. അപ്പോൾ ഞാനൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി രാത്രി 12:30 വന്ന് എന്നെ കണ്ടിട്ട് ആൾ പോവാറുള്ളൂ. അത്രയും അതെനിക്ക് എന്താ പറയുക, ഒരു അമ്മയാണോ ചേച്ചിയാണോ എന്താ അറിയില്ല, എനിക്ക് ഡാം കംഫർട്ടബിൾ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു 4-5 പ്രാവശ്യം ഞാൻ ഡോക്ടറെ വിളിക്കും. ഡോക്ടർ എത്ര തിരക്കാണെങ്കിലും സംസാരിക്കും. ആ ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര.
പിന്നെ പറഞ്ഞാൽ എനിക്കറിയാം ഡോക്ടറിനൊക്കെ പറയാം ഒരുപാട് പേഷ്യൻസും ഇതും തിരക്കും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് ഞാൻ ഇങ്ങനത്തെ കുറേ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, അപ്പോൾ കുറേ നേരം നമ്മൾ ആ ഒരു കേൾക്കുമ്പോൾ വിയേർഡായിട്ട് തോന്നാം. പക്ഷേ അതെൻ്റെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എൻ്റെ ഒരു അവസ്ഥയാണത്. എനിക്കത് ഓവർകം ചെയ്യാനായിട്ട് ഞാനതിൻ്റെ പല പല വഴികൾ ഇതാക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ തോന്നും ചേച്ചി എന്തെങ്കിലും പറയണ, ചേച്ചിക്ക് വട്ടാണ്. പക്ഷെ അതല്ല, അതെന്താ പറയുക, അതിൻ്റെ ഒരു ഭീകരാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആ ഒരു ഇതിലേക്ക് എന്താ പറയുക, ആ ഒരു പേടി അല്ലെങ്കിൽ ആ വേദനയുടെ ചുഴിയിലേക്ക് വീണ് പോകാതിരിക്കാനായിട്ട് നമ്മൾ അവസാന നിമിഷം വരെ ചെയ്യുന്ന ഓരോ ഇത്. അപ്പോൾ എൻ്റെ മോള് കളിയൊക്കെ അമ്മയ്ക്ക് വേറെ പണിയില്ല, പക്ഷെ എന്താ ചെയ്യുക, ഞാൻ എന്നിട്ട് ഇതിനൊക്കെ എടുത്തിട്ട് നല്ല വൈറ്റ് നെയിൽ പോളിഷ് അടിക്കും, എന്നിട്ട് ഒന്നുകൂടെ അവളുടെ തലയിലേക്ക് വിടും. എന്നിട്ട് കുറേ കഴിഞ്ഞ് ഞാൻ തന്നെ അതൊക്കെ തപ്പിപ്പിടും. അപ്പോൾ അത്ര സമയം അങ്ങ് പോയി. അങ്ങനെ ഫുൾ കോമഡിയാ സംഭവം. ആക്ച്വലി എനിക്കൊന്നും മരുന്നൊന്നും ആവശ്യമില്ല, ഈ ഒരു സംസാരം, ഈ ഒരു എനർജി മതി, എല്ലാം ഓക്കെ ആവും അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ചില സമയമാകുമ്പോൾ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈവിട്ട് പോകും. പെയിൻ വന്ന് നമുക്ക് ഒന്നാമതൊരു പേടി വരും. ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും അതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണെങ്കിലും ഒക്കെ എനിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ പോട്ട് ഇട്ടിട്ടുണ്ട് ചെസ്റ്റിൽ. അപ്പോൾ എനിക്ക് വേറെ ഒരു വെയിന് പോലും ആക്റ്റീവ് അല്ല. അപ്പോൾ ആ ബ്ലഡൊക്കെ എടുക്കണതും ഇതൊക്കെ ഇതാക്കണതും അപ്പോൾ ഈ നെഞ്ചത്ത് ഇങ്ങനെ കുത്തിയൊക്കെ വരുമ്പോൾ ഞാൻ പറയും ഒരു കുത്ത് ഇതായിട്ട് ആ കൂട്ട് അടഞ്ഞൊക്കെ അപ്പോഴേക്കും മന്ത്ലി ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്നൊക്കെയാണ് ഞാൻ ഈ ക്യാൻസറിനെ കുറിച്ച് ഓർക്കാണ്ട് എൻഗേജ്ഡ് ആവാനായിട്ട് നോക്കുന്നതാണ് ഇങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങളും ഇതൊക്കെ കാണിച്ചിട്ട് വെച്ചിട്ട്. പിന്നെ ബേസിക്കലി പറഞ്ഞ പോലെ മാനുഫാക്ചറിങ് ഡിഫക്റ്റിൻ്റെ കുറച്ച് സൈക്കോസിൻ്റെ അവസ്ഥ, എല്ലാം കൂടെ ഒരു ഫുൾ പാക്കേജ് ആയി. പക്ഷെ നല്ലതാ. ക്യാൻസറിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നവർ പ്രധാനമായിട്ടും സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉപേക്ഷിക്കപ്പെടുന്ന ജീവിതങ്ങളാണ്. കാരണം ഒരു ക്യാൻസർ വരുമ്പോൾ പാർട്ട്ണർ ഇട്ടിട്ട് പോവുക, ആരും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇത്. പിന്നെ ഒരു ജോലി സംബന്ധമായിട്ടും അതൊരു പ്രശ്നമാണ്. കാരണം ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ധൈര്യമായിട്ട് ജോലി കൊടുക്കാൻ ആൾക്കാർ സഹതാപിക്കും, വളരെ എന്താ പറയണേ കാര്യമായിട്ട് സംസാരിക്കും. പക്ഷേ ഒരാൾ പോലും അവർക്ക് വിശ്വസിച്ചൊരു ജോലി കൊടുക്കില്ല എന്നുള്ളത് ഒരു ഇതാണ്. കാരണം എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പേര് ജോലി ഇല്ലാത്തവരുണ്ട്, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് ഈ ഒരു റീസൺ കൊണ്ട് മാത്രം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും വലിയ കളിയാക്കലുകളും ഈ പറഞ്ഞ പോലെ ഒരു തളർത്തുന്നതും എല്ലാം ഉണ്ട്. എന്നാലും മെയിനായിട്ട് ഒറ്റപ്പെടുന്ന ജീവിതങ്ങൾ, ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നും കരകയറി വരിക, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടവർക്കൊരു എന്താ പറയുക ഒരു ഫിനാൻഷ്യൽ ഇതിനു വേണ്ടി ജോലി ചോദിച്ചാൽ ഒരാൾ പോലും എനിക്ക് തോന്നില്ലേ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് സന്മനസ്സുകളും ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുന്ന ചാരിറ്റി ചെയ്യുന്ന ആൾക്ക്, പക്ഷേ ഒരാൾ പോലും മുന്നോട്ട് വന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊരു ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ക്യാൻസർ എന്നൊരു രോഗത്തെ തന്നെ ഇപ്പോഴും സമൂഹം കാണുന്ന രീതിയിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ക്യാൻസർ രോഗികൾക്ക് വേണ്ടത് ഒരിക്കലും സഹതാപമല്ല, അവർക്ക് വേണ്ടത് ഒരു കൈത്താങ്ങാണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾ വെറുതെ സഹതപിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ പാമ്പർ ചെയ്തിട്ടോ ഒന്നും ഒരു യൂസ് ഇല്ല. അറ്റ് ദ സെയിം ടൈം അവർക്കൊരു ജോലി കൊടുക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ എന്താ പറയണേ നമ്മൾ കൂടെ നിന്ന് അവരെ ഈ പറഞ്ഞ ഈ വിട്ടിട്ട് പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ മാറ്റർ ഓഫ് ടൈം അത് കൂടെ നിന്ന് അവരൊന്ന് രക്ഷപ്പെടുത്തി അതേപോലെ അവർക്ക് ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു ഫുൾ ടൈം എൻഗേജ്ഡ് ആയാൽ തന്നെ നമ്മളുടെ പകുതി പ്രശ്നങ്ങൾ മാറുകയാണ്, നമ്മൾ മറ്റൊന്നിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാനുൾപ്പെടെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. കാരണം വിശ്വസിച്ച് അവർ ജോലിയുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ വിചാരിക്കുന്ന ക്യാൻസർ പേഷ്യൻസ് പെട്ടെന്ന് മരിച്ചു പോകുമെന്നുള്ള തോന്നലുകൾ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു എന്താ പറയണേ ഒരു ഓഫർ കൊടുക്കാൻ പോലും ആരും തയ്യാറല്ലാത്ത ഒരു സമൂഹമാണ് ഇപ്പോഴും നമ്മുടേത്. അതൊരു മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ചിന്താഗതി മാറേണ്ട സമയമായി. ചിന്താഗതി കാരണം ജീവിതം നമ്മുടെ ആരുടെയും കയ്യിലല്ല അല്ലേ, ആർക്ക് വേണമെങ്കിലും എപ്പോഴും എന്ത് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഒരാളുടെ ലൈഫ് സ്പാൻ വെച്ചിട്ട് ജോലി കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ജോലി ഇല്ലാതാക്കുക, അതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ ക്രൂവലായിട്ടുള്ള ഒരു ഇതാണ്. അതിപ്പോഴും നടക്കുന്നുണ്ട് കേരളത്തിലല്ല, എല്ലായിടത്തും പറഞ്ഞ പോലെ. പിന്നെ ഈ ഒറ്റപ്പെടുത്തൽ അതും വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയല്ലേ പറ്റൂ. കാരണം ഞാനുൾപ്പെടെ എല്ലാവർക്കും മുന്നോട്ട് പോയേ പറ്റൂ. നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് മുന്നിൽ ഒരുപാട്
നമ്മുടെ മക്കൾ, പാർട്ട്ണർ, അങ്ങനെ ഒരുപാട് കടമ്പകൾ ഇനിയും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ മുന്നോട്ട് പോയല്ലേ പറ്റും. തോറ്റു കൊടുത്താൽ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും തോറ്റുകൊണ്ടേ ഇരിക്കണം. അതിന് എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക, അതേ ഒരു ഓപ്ഷനുള്ളൂ ഇപ്പോൾ. ക്യാൻസർ എന്ന വില്ലൻ മറുവശത്ത് നിൽക്കുമ്പോഴും അതിനെ എന്നും ആത്മവിശ്വാസത്തോടും പുഞ്ചിരിയോടും കൂടെ നേരിടുന്ന ലക്ഷ്മി ജയൻ എന്ന നമ്മുടെ ലക്ഷ്മി ചേച്ചി തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഹീറോ. ക്യാൻസർ എന്ന മഹാമാരിയുടെ പേരിൽ ജീവിതത്തിൽ അകറ്റി നിർത്താതെ ഇവരെ എന്നും പിന്തുണയ്ക്കുകയും ഒപ്പം ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. അതുതന്നെയാവട്ടെ ഇന്നത്തെ സന്ദേശവും. വീഡിയോ ജേർണലിസ്റ്റ് ഫെബിൻ ദേവിനും റിപ്പോർട്ടർ ജെൻസിക്കുമൊപ്പം ലക്ഷ്മി ജയൻ നായർ ഇൻ റിപ്പോർട്ടർ കൊച്ചിൻ.